കാസർഗോഡ് എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ അതിഥിയായിട്ടുള്ളത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഇൻറ്റൻസീവിസ്റ്റ് ഡോക്ടർ സ്വാതി റാവു ആണ്. മാം വെൽക്കം. താങ്ക് യു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് വി ഹാവ് ഹേർഡ് ആ വേർഡ് നമുക്കറിയാം, കാരണം കാഷ്വാലിറ്റി, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, എമർജൻസി മെഡിസിൻ ഒക്കെ. പീഡിയാട്രിക് ഇൻറ്റൻസീവിസ്റ്റ് മീൻസ് വാട്ട്? So, pediatric intensivist means first ഞങ്ങൾ MD പീഡിയാട്രിക്സ് ചെയ്യും. MBBS ആയി പിന്നെ MD പീഡിയാട്രിക്സ് 3 years കോഴ്സ് ചെയ്യും. അതായി പിന്നെ ഞങ്ങൾ ക്രിട്ടിക്കൽ കെയർ, അത് കുട്ടികളെ ക്രിട്ടിക്കൽ കെയറിലെ ട്രെയിനിങ് ആക്കും. സോ ഞാൻ 2 years സെയിൻറ്റ് ജോൺസ് ബാംഗ്ലൂരിലെ 2 വർഷം പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ട്രെയിനിങ്, അത് ഫെലോഷിപ്പ് ആണ്. സോ അവിടെ ഞങ്ങൾ ഇൻറ്റൻസീവ് ട്രെയിനിങ് ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടീസ് എല്ലാം 24 hour ഷിഫ്റ്റ്. സോ അവിടെ നല്ല തീവ്ര അസുഖങ്ങൾ ഉള്ള കുട്ടികൾക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആക്കും. സോ ആ ട്രെയിനിങ് ആയി പിന്നെ ഞങ്ങൾ പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ഈ ലേബൽ, ഈ ഡിഗ്രി ഞങ്ങൾക്ക് കിട്ടും. ബേസിക്കലി വാട്ട് ഈസ് PICU, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ സാധാരണ ഒരു വാർഡ് റൂമിനെ അപേക്ഷിച്ചിട്ട്? വാട്ട് ഈസ് PICU? സോ PICU ಇದಕ್ಕೆ മുമ്പ് എന്താ ഈ കുട്ടികളുണ്ടല്ലോ, സെയിം അഡൾട്ട്സ് പോലെ അഡൾട്ട് ICUലെ വെക്കും. സോ ഇപ്പോൾ എന്താ ഈ ലാസ്റ്റ് 5 yearsലെ ഞങ്ങൾ എന്താ കാണിക്കും, അത് ക്രോസ് ഇൻഫെക്ഷൻ എല്ലാം നല്ലതായിട്ട് കൂടുതലായി. സോ ഇപ്പോൾ എന്താ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, വേർ ഓൺലി ദ ചിൽഡ്രൻ ബിറ്റ്വീൻ 1 month to 18 years വി കീപ്, ബിക്കോസ് കുട്ടികളെ ഇമ്മ്യൂണിറ്റി ലോ ആണ്. സോ കുട്ടികൾക്ക് ഇರುವ അസുഖങ്ങൾ ഡിഫറെൻ്റ് ആണ് അഡൾട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. എന്താ ഡിഫറൻസ്? ഇവിടെ 24 hours നിങ്ങൾക്ക് നഴ്സിംഗ് കെയർ, പിന്നെ എക്സ്പെർട്ട് ഡോക്ടേഴ്സ് കിട്ടും, പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ്, നിങ്ങൾ കുട്ടിയുടെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ബ്രീതിങ്, പിന്നെ സാച്ചുറേഷൻ, കോൺഷ്യസ്നെസ്, പിന്നെ യൂറിൻ, അതെല്ലാം 24 hours ഞങ്ങൾ മോണിറ്ററിങ് ഉണ്ട്. പിന്നെ നിങ്ങൾ വാർഡിലെ ഒരു 10-20 കുട്ടികൾക്ക് 1-2 നർസ് ഉണ്ടാവും. ബട്ട് ഇവിടെ ഞങ്ങൾ ഒരു കുട്ടിക്ക് ഒരു നർസ്, തീവ്ര അസുഖമുള്ള കുട്ടിക്ക് ഒരു നർസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ മോഡറേറ്റ്ലി സിക്ക് ചൈൽഡ് 2-3 കുട്ടികൾക്ക് ഒരു നർസ് ഉണ്ടാവും. സോ ദ ക്വാളിറ്റി ഓഫ് കെയർ, ദ ഇൻറ്റൻസിവിറ്റി ഓഫ് കെയർ വിൽ ബി വെരി ഹൈ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഇൻറ്റൻസീവ് കെയർ. ഇറ്റ് ഇസ് കോൾഡ് PICU ബിക്കോസ് ഇവിടെ കുട്ടികളുണ്ടാവും. സോ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പേഷ്യൻ്റ്, ഏത് തരത്തിലുള്ള അസുഖമുള്ള കുട്ടികളെയാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഏത് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ഞങ്ങൾ പീഡിയാട്രിക് ഗ്രൂപ്പിലെ ഈ പോപ്പുലേഷനിലെ അഡൾട്ട് പോലെ ലക്ഷണങ്ങൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. സോ പീഡിയാട്രിക്സിൽ മെയിൻലി ഇപ്പോൾ ന്യൂമോണിയ, സോ അവിടെ തീവ്രമായിട്ട് ശ്വാസം മുട്ടുണ്ടാവും, ഓക്സിജൻ റിക്വയർമെൻറ്റ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഓക്സിജൻ മതിയാവില്ല, നെക്സ്റ്റ് എക്സ്ട്രാ പ്രഷറിലെ ഓക്സിജൻ ആവശ്യകത ഉണ്ടാവും. സോ ഈ പോലെ കുട്ടികൾ ഞങ്ങൾ ICUയിൽ വെക്കും. പിന്നെ എൻസെഫലൈറ്റിസ് കുട്ടികൾ തീവ്രമായിട്ട് പനി വന്നിട്ട് അത് ബ്രെയിൻ ഫീവർ, പിന്നെ അപസ്മാര, സോ കോമ, സോ ബോധം കുറവ. സോ ഈ പോലെ കുട്ടികൾക്ക് ഞങ്ങൾ ഇൻറ്റൻസീവ് കെയർ വേണം. സോ ഈ കുട്ടികൾക്ക് ICUയിലെ വെക്കും. പിന്നെ നിങ്ങൾ കാർഡിയാക് ഫെയിലിയർ, ഇല്ലെങ്കിൽ കിഡ്നിയിലെ അസുഖങ്ങൾ, കിഡ്നി ഫെയിലിയർ, സോ ഈ പോലെ കുട്ടികൾക്ക് ICU വേണ്ടി വരും. ഓക്കെ. മാം, നമ്മളിപ്പം വൈദ്യശാസ്ത്രം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ മോഡേൺ മെഡിസിൻ ഇങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ മോഡേൺ PICU ലൈഫ് പ്രൊലോങ് ചെയ്യാൻ ഏതൊക്കെ തരത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നോട്ട് ഓൺലി ലൈഫ് പ്രൊലോങ്, ഇറ്റ് ഇസ് ലൈഫ് സേവിങ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പോൾ ന്യൂമോണിയയിലെ ചില കുട്ടികൾ ജസ്റ്റ് ആൻറ്റിബയോട്ടിക് ആൻഡ് മൈൽഡ് ഓക്സിജനിലെ ഇംപ്രൂവ് ആവും. ബട്ട് ചില കുട്ടികൾ ARDS, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് സിൻഡ്രോം പോലെ കംപ്ലീറ്റ് ലങ് ഡാമേജ്. സോ ഈ കണ്ടീഷൻ ഞങ്ങൾ കോവിഡ് ടൈമിലെ നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഈ കുട്ടികൾക്ക് ഞങ്ങൾ ഹൈ പ്രഷറിലെ ഓക്സിജൻ വേണം. സോ പിന്നെ ഹൈ അഡ്വാൻസ്ഡ് വെന്റിലേറ്റർ വേണം. നോർമൽ വെന്റിലേറ്റർ ഉണ്ട്, ബട്ട് അഡ്വാൻസ് വെന്റിലേഷൻ. സോ അഡ്വാൻസ് വെന്റിലേഷൻ കിട്ടില്ലെങ്കിൽ ഈ ജീവക്ക് അപായം ഉണ്ടാവും. സോ ഞങ്ങളെ കൂടെ ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജി, സോ ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ വെന്റിലേഷൻ, പിന്നെ ECMO. സോ ഇതെല്ലാം നിങ്ങൾ കുട്ടികൾ ജീവാപായം നല്ല കുറവാണ്.
സോ ഈ ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ കിഡ്നി ഫെയിലിയർ കുട്ടികൾക്ക് മുമ്പെല്ലാം ഡയാലിസിസ്, ചെറിയ കുട്ടികൾക്ക് ഡയാലിസിസ് എല്ലാം ചെയ്യാനാവില്ല. ബട്ട് ഞങ്ങൾ ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് ചെറിയ കുട്ടികൾക്ക് ഡയാലിസിസ്, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ പ്രോബ്ലം കുട്ടികൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. സോ ലൈഫ് സേവിങ് ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട്. See ma'am, what is comprehensive pediatric care services? Actually, what is that? So as we say, just pediatrician is not enough. So like for example, we have so many conditions where other organs are involved. Example, ഒരു കുട്ടിക്ക് വയറത്തിലെ പ്രോബ്ലം ഉണ്ട്, അപ്പൻഡിസൈറ്റിസ് ഉണ്ട്, ഇല്ലെങ്കിൽ കരളിലെ പെർഫറേഷൻ ഉണ്ട്. സോ ആ കുട്ടിക്ക് പീഡിയാട്രിക് സർജൻ വേണം. ഓക്കെ. സോ പിന്നെ തലയിൽ ഇರುವ പ്രോബ്ലംസ്, ഇപ്പോൾ റോഡിലെ അപകടങ്ങളുണ്ടാവും. സോ ഇൻട്രാക്രേനിയൽ ബ്ലീഡ് ആവും. സോ ആ കുട്ടിക്ക് ന്യൂറോ സർജറി വേണം. പിന്നെ കിഡ്നി ഫെയിലിയർക്ക് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് വേണം. സോ ഇതെല്ലാം ഞങ്ങൾ ടീം. സോ ഇന്റൻസിവിസ്റ്റ് വിൽ ബി ദ person who is primary physician, but whenever we require support of a surgeon, neurosurgeon, nephrologist, endocrinologist, idella nangal comprehensive care. So nammal team aayittu ee kuttikku care kittu. ഇങ്ങനെ സിക്ക് ചൈൽഡിനെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? യെസ്. സോ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ വീട്ടിലെ ഇല്ല നിങ്ങളെ ഏരിയയിലെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഈ കടലായില്ല ഡ്രൈ ഫ്രൂട്ട്സ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അത് ത്രോട്ടിലെ ഞങ്ങൾ ഫോറിൻ ബോഡി ആസ്പിറേഷൻ ശ്വാസനാളി സ്റ്റക്കായിട്ട് പിന്നെ ശ്വാസം മുട്ടായിട്ട്. സോ അവിടെ ഫെസിലിറ്റി ഇല്ല. സോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലോ ആ ടൈം ദറ്റ് ഗോൾഡൻ പീരിയഡ് വേസ്റ്റ് ആവും, ടൈം വേസ്റ്റ് ആവും. സോ നിങ്ങൾക്ക് ആ പോലെ എന്താ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയറക്റ്റിൽ ഞങ്ങൾ വിളിച്ചാൽ മുമ്പ് ഞങ്ങൾ ഇവിടെ ടീമുണ്ട്, മാർസ് ആംബുലൻസുകളുണ്ട്, ടീമുണ്ട്. സോ ഞങ്ങൾ ടീം പാരാമെഡിക്കൽ ടീമുണ്ട്. സോ ഞങ്ങൾ ടീം അവിടെ വന്നിട്ട് നിങ്ങൾ കുട്ടിക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ആക്കുക ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ. മാം ഇപ്പം മാം ഇങ്ങനെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കാരണം ഒരു പേഷ്യൻറ്റിനെ PICUവിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ ടീം? സോ ഞങ്ങൾ ടീം ഞാൻ ഇൻറ്റൻസിവിസ്റ്റ് ഉണ്ടാവും. സോ ഞാൻ 24 hours ഓൺ കോൾ ഉണ്ട്. സോ ഞങ്ങൾ ജൂനിയർ സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ്. സോ പോസ്റ്റ് MD പീഡിയാട്രിക്സ് ചെയ്തുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഞാൻ അണ്ടർ 24 hours കവർ ചെയ്യും. സോ പിന്നെ ഞങ്ങൾ ഒരു 10-15 നഴ്സസ് ഉണ്ടാവും. സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റിലെ ഈ പേഷ്യൻസ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് കെയർ. സോ ഇത് ഞങ്ങൾ ടീം. പിന്നെ ഞങ്ങൾ വിസിറ്റിംഗ് ഡോക്ടേഴ്സ് ഉണ്ടാവും, വേറെ പോസ്റ്റ് MD ഡോക്ടേഴ്സ് ഉണ്ടാവും, പീഡിയാട്രീഷ്യൻസ്. സോ അവർ അഡ്മിറ്റ് ആക്കും. സോ ഞങ്ങൾ അവരുടെ കൂടെ മീറ്റിംഗ് ആയിട്ട് കൺസെൻസസ് ആയിട്ട് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. സോ ഇങ്ങനെ ടീം വർക്ക് ഉണ്ടാവും. സോ വേറെ എല്ലാ എക്വിപ്മെന്റ്സ് ഉണ്ട്. സോ ഞങ്ങൾ എല്ലാ കുട്ടിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ಯಾವ സോ PICU ഞങ്ങൾ PICU ഫെസിലിറ്റി കാണിക്കും. പിന്നെ എന്തെല്ലാം എക്വിപ്മെന്റ്സ് ഞങ്ങൾ യൂസ് ആക്കും അതെല്ലാം നോക്കാം. സോ ഞങ്ങളിവിടെ സ്ട്രിക്റ്റ് ഏസെപ്റ്റിക് പ്രിക്കോഷൻസ് ഉണ്ട്. ഇത് സ്ക്രബ്സ് വേറാക്കും. പിന്നെ ഇത് വാച്ച് റിങ്കെല്ലാം ഇടയ്ക്കും. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ആക്കിയിട്ട് സോ ഞങ്ങൾ എനി ടൈം 24 hours ഒരു ഡോക്ടർ പിന്നെ 3 സിസ്റ്റേഴ്സ് ഉണ്ടാവും. സോ ഞങ്ങൾ ഇപ്പോൾ 6 ബെഡ്സ് ഉണ്ടാവും. സോ 2 ബെഡ്സിക്ക് ഒരു സിസ്റ്റർ അവൈലബിൾ ഉണ്ട്. ബട്ട് തീവ്രമായിട്ട് അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഒരു സിസ്റ്റേഴ്സ് റേഷ്യോ ഉണ്ട്. സോ 1:1 റേഷ്യോയിലെ സിസ്റ്റേഴ്സ് അവൈലബിലിറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്. ഷീ ഈസ് തേജാവതി സിസ്റ്റർ. My name is Vanita. Vanita sister and Seena sister. So all are trained in critical care. So we have
എവറി 6 months ഒരു പ്രാവശ്യം ഞങ്ങൾ അവർക്ക് ട്രെയിനിങ് എക്സ്ട്രാ ട്രെയിനിങ് ആഫ്റ്റർ ദെയർ നഴ്സിംഗ് ഡിഗ്രി വി ഹാവ് എക്സ്ട്രാ ട്രെയിനിങ് അക്കോർഡിംഗ് ടു we have internal training also. Then we send them also for outside for PALS, that is Pediatric Advanced Life Support Training we send. So all of them are trained in taking care of very sick children. ഓക്കെ മാം, നമ്മൾ നേരത്തെ മാം പറഞ്ഞല്ലോ ഒരു പി ഐ സിയുലുള്ള മറ്റ് സംവിധാനങ്ങൾ, മറ്റ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ഫങ്ഷൻസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഏതൊക്കെയാണ്? ഇത് ഞങ്ങൾ കുട്ടിക്ക് ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഡെലിവറി സിസ്റ്റംസ് ആണ്. സോ ഞങ്ങൾ സീന സിസ്റ്റർ എക്സ്പ്ലെയിൻ ആക്കും. ഇത് വന്നിട്ട് ഇൻഫ്യൂഷൻ പമ്പ്, ഇത് സിറിഞ്ച് പമ്പ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്, കുട്ടികൾക്ക് ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ അത് ഒരു 500 ml ഫ്ലൂയിഡ് ആണെങ്കിൽ ഇത്ര അവറിൽ ഇത്ര ഡോസ് പോകണമെന്നുണ്ടാവും. ഒരു 70 ml അല്ലെങ്കിൽ 60 ml. സോ ഫ്രീ സെറ്റ് ആണോ? ഇതില് ഇൻഫ്യൂഷൻ സെറ്റ് കണക്ട് ചെയ്യും, അതായത് IV സെറ്റ് കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കും. സോ ഇതില് ഇൻഫ്യൂഷൻ സെറ്റ് ചെയ്യും ഇതിന്റെ ഉള്ളില്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് എത്ര ml പോണോ, ഇപ്പൊ 70 ml ആണെങ്കിൽ 70 ml, 50 ml ആണെങ്കിൽ 50 ml. റേറ്റ് 30 ml ഉണ്ട്. നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഇത്ര അവറിൽ അത്രേ പോവുള്ളൂ അങ്ങനെ. സോ അത് അക്യൂറേറ്റ് ആയിട്ട് ഞങ്ങൾ കുട്ടിക്ക്, ബിക്കോസ് കുട്ടിക്കുള്ള ഡിഫറെന്റ് വെയ്റ്റ്സ് ആണ്. ഇപ്പോ എവറിത്തിങ് ഈസ് അക്കോർഡിംഗ് ടു വെയ്റ്റ്. ലൈക്ക് ഫോർ 10 kg we will set it at 40. So for usually 1 year old 10 kg ആണ്. So 2 year old 12 kg. So 12 kg ക്ക് ഞങ്ങൾ 45 ml. So അത് സെറ്റ് ആക്കും. സോ അക്യൂറേറ്റ് ആയിട്ട് ഡ്രഗ്സ് പോകും. പിന്നെ ലൈഫ് സേവിങ് ഡ്രഗ്സ് അല്ല ഇവിടെ അല്ലേ? ഇൻഫ്യൂഷൻ പമ്പ്, ഇൻജെക്ഷനും പിന്നെ സിറിഞ്ച് പമ്പ്, ഇൻജെക്ഷൻസ്, പിന്നെ അഡിനാലിന്, നോറഡ്, അങ്ങനത്തെ ലൈഫ് സേവിങ് മെഡിസിൻസ് എല്ലാം നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. കാരണം ഡയറക്റ്റ് അതൊരിക്കലും പുഷ് ചെയ്യാനാവില്ല. സോ എത്ര ml പോകണോ അത്ര ml സിറിഞ്ചിൽ സെറ്റ് ലോഡ് ചെയ്തിട്ട് ഇവിടെ സിറിഞ്ച് കണക്ട് ചെയ്യും. സോ ഈ എന്റെ പേഷ്യൻസ് ഐഡി കണക്ട് ചെയ്തിട്ട് സിറിഞ്ച് സെക്യൂർ ചെയ്യും. സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ml ആണോ പോകുന്നത് അതിവിടെ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ അത്ര ml മാത്രമേ ആ പേഷ്യന്റിന് കിട്ടത്തുള്ളൂ. ഒരു ഡൗട്ട്, നമ്മൾ സാധാരണ മാനുവൽ ആയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതിപ്പോ പെർ ഡേ 3 times കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും ഇതും ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കും? പീഡിയാട്രിക്കിൽ യൂഷ്വലി ഡയറക്റ്റ് പുഷ് വളരെ കുറവാണ്. ഒരിക്കലും ഡയറക്റ്റ് പുഷ് പീഡിയാട്രിക്കിന് സാധ്യമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അഡൾട്ടിനെ സംബന്ധിച്ച് ഡയറക്റ്റ് പുഷ് ചെയ്താലും ഒരിക്കലും അത് ഓവർഡോസ് അല്ലെങ്കിൽ അവരെ ഒരിക്കലും അത് ബാധിക്കത്തില്ല. ബട്ട് പീഡിയാട്രിക്കിനെ സംബന്ധിച്ച് ഒരിക്കലും ഡയറക്റ്റ് പുഷ് എന്ന് പറയുമ്പോൾ അതൊരുപാട് എന്താ പറയുക, സഡൻ ആയിട്ട് പേഷ്യന്റിന് അറസ്റ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പീഡിയാട്രിക്കിൽ ഒരിക്കലും ഡയറക്റ്റ് പുഷ് പറ്റത്തില്ല. ഡോക്ടർ, ഹിയർ ഈസ് വൺ ഡൗട്ട്. കാരണം ഈ ഡയറക്റ്റ് പുഷ് എന്ന് പറയുന്ന ഏജ് ഏത് സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ഒരു ആന്റിബയോട്ടിക് കൊടുക്കാം. സോ ആ ആന്റിബയോട്ടിക്കിൽ 50 ml കൊടുക്കാം. സോ 50 ml നിങ്ങൾ അധികം ഉണ്ടാവും, ഇത്ര 50 ml. സോ അത് ചെറിയ കുട്ടി, സോ ആ ചെറിയ കുട്ടിക്ക് 50 ml സഡൻ പുഷാണ്, ഫ്ലൂയിഡ് ഓവർലോഡ് ആവും. സോ അത് സോ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് 50 ml ചെയ്തിട്ട് ഓവർ 1 hour ഞങ്ങൾ സെറ്റ് ആക്കും. സോ അത് സ്ലോ ആയിട്ട് ഓവർ 1 hour സ്ലോ ആക്കി പോകും. സോ ഡിവൈഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ഞങ്ങൾ യെസ്. സോ പിന്നെ ചില ഡ്രഗ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് ഹാർട്ട് ഫെയിലിയറിൽ വന്നിട്ടുണ്ട്. സോ ഹാർട്ട് പമ്പിങ് കപ്പാസിറ്റി ലോ ഉണ്ട്. സോ ഞങ്ങൾ ചില അഡ്രിനാലിൻ ഇല്ലെങ്കിൽ ഡൊബ്യൂട്ടമിൻ ഈ പോലെ ചില ഡ്രഗ്സ് ഉണ്ട്. അത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ഇറ്റ്സ് നോട്ട് 1 dose പിന്നെ ഗ്യാപ്പ് എടുത്തിട്ട് അനദർ ഡോസ്, അങ്ങനെയല്ല. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു കാർഡിയാക് ഫെയിലിയർ കുട്ടിയിലെ 1 ml per hour അഡ്രിനാലിൻ ഞങ്ങൾക്ക് വേണം. സോ അത് സിസ്റ്റർ 1 ml അങ്ങനെ ആവില്ല അല്ല. സോ ഇത് ഫിക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും, 1 ml per hour സെറ്റ് ചെയ്യും. സോ ആ ഡ്രഗ് കണ്ടിന്യൂസ് പോകും. അതായത് ഒരു PICUവിൽ വരുന്ന ഒരു പേഷ്യൻറ്റിന് അത് ഫ്ലൂയിഡ് ആയാലും മെഡിസിൻ ആയാലും അതൊക്കെ വിത്ത് സപ്പോർട്ട് ഓഫ് മെഡിസിൻ നൽകുന്നത് വിത്ത് സപ്പോർട്ട് ഓഫ് മെഷീൻ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ മെഡിസിൻ ആയാലും ഫ്ലൂയിഡ് ആയാലും കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും. ഓക്കെ, ഇതിലിപ്പോൾ മെഡിസിൻ മാത്രം ഏതൊക്കെ, അതായത് ആന്റിബയോട്ടിക് പിന്നെ അതർ ഇഞ്ചക്ഷൻ പിന്നെ ഏതൊക്കെ മെഡിസിൻ ആയിട്ട് നമ്മൾ സാധാരണ കീമോ, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാവും, ലുക്കീമിയ, ദാറ്റ് ഇസ് ബ്ലഡ് ക്യാൻസർ ഇസ് വെരി കോമൺ ഇൻ ചിൽഡ്രൻ. സോ ആ ലുക്കീമിയ പേഷ്യൻറ്റിക്ക് കീമോതെറപ്പി, സോ കീമോതെറപ്പി എല്ലാം ഇതിലെ കൊടുക്കും. പിന്നെ വെന്റിലേറ്റഡ് പേഷ്യൻറ്റ്, ഇപ്പോൾ വെന്റിലേറ്റഡ് പേഷ്യൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂസ് സെഡേഷൻ, ദാറ്റ് ഇസ് ബോധം കുറവ് ചെയ്യോ മുമ്പ് കുറയ്ക്കാൻ. വെന്റിലേറ്ററിലുള്ള പേഷ്യന്റ് എപ്പോഴും
ET ട്യൂബ് എടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും. സോ അവര് ആ പേഷ്യന്റിന് എപ്പോഴും സെഡേഷൻ ആവശ്യമാണ്. അപ്പൊ സെഡേഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. കാരണം ഡയറക്റ്റ് പുഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, 1 ml പുഷ് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല. സോ 0.1 ml അല്ലെങ്കിൽ 0.5 ml അങ്ങനെ സിറിഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് സെഡേഷൻ കൊടുക്കുന്നുണ്ടാവും. അതിന് ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു അനാൽജീസിയ ദാറ്റ് ഇസ് പെയിൻ കില്ലർ. സോ നിങ്ങൾ ഇൻറ്റ്യൂബേറ്റഡ് പേഷ്യൻറ്റ് നിങ്ങൾ അത് ട്യൂബ് ഇവിടെ ത്രോട്ടിലെ വെക്കും, പിന്നെ അത് ലങ്സ്ക്ക് പ്രഷർ ഡെലിവർ ആവും. സോ ആ ത്രോട്ട് പെയിൻ ഉണ്ടാവും. സോ പിന്നെ ഇല്ലെങ്കിൽ സർജറി പേഷ്യൻറ്റ്, സോ അപ്പൻഡിക്സെക്ടമി ഇല്ലെങ്കിൽ എന്താ ഒരു ഫ്രാക്ചർ ആയിട്ട് സർജറി ഇല്ലെങ്കിൽ ബോൺ ഇൻഫെക്ഷൻ ആയിട്ട് സർജറി. സോ അത് സർജറി ആയി പിന്നെ ഞങ്ങൾ ഇവിടെ റിസീവ് ആക്കിയിട്ട് പിന്നെ ആ പേഷ്യൻറ്റിക്ക് നല്ല വേദന ഉണ്ടാവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അനാൽജസിക് കൊടുക്കും. സോ അത് കൂടെ ഇതേ മെഷീനിൽ കൊടുക്കും. ഓക്കെ ഓക്കെ. പക്ഷേ മാഡം നേരത്തെ ജസ്റ്റ് വെന്റിലേറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. അതിൻ്റെ ഫങ്ഷൻസ് ഏതാണ് വെന്റിലേറ്റർ, ആ ഫങ്ഷൻസ് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്ക്. സോ ഞങ്ങൾ ഇപ്പോൾ ശ്വാസമുട്ടുള്ള കുട്ടികൾക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ ഉണ്ട്, ബ്രോങ്ക്യുലൈറ്റിസ് ഉണ്ട്, ആസ്തമ ഉണ്ട്. സോ ആ ടൈപ്പ് കുട്ടികൾക്ക് ഞങ്ങൾ ഓക്സിജൻ കൊടുക്കും. സോ അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. സോ ഒരു നോർമൽ മാസ്കിൽ ഇങ്ങനെ വെക്കിയിട്ട് ഇത് ഓക്സിജൻ ഔട്ട്ലെറ്റ് ആണ്. സോ ഇത് ഓക്സിജൻ വെക്കിയിട്ട് ഇങ്ങനെ ആക്കും. ബട്ട് ദ പ്രോബ്ലം എന്താ, ഇത് കോൾഡ് ആയിട്ട് എയർ വരും, പിന്നെ ഡ്രൈ എയർ വരും. സോ ഞങ്ങൾക്ക് കുറച്ച് ഹ്യൂമിഡിഫിക്കേഷൻ വേണം. സോ ആവി പോലെ. സോ ആവി ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ഞങ്ങൾ ലങ്സ്ക്ക് പിന്നെ ശ്വാസനാളക്ക് നല്ലത്. സോ ഞങ്ങൾ ഈ മെഷീൻ യൂസ് ആക്കുക. സോ ഈ മെഷീനിലെ ഓക്സിജൻ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ആക്കും. പിന്നെ ഇത് ട്യൂബിൽ ഇവിടെ ഹീറ്റർ ഉണ്ട്. സോ ഇതിലെ വെള്ളം ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ഹീറ്റർ കോയിലുണ്ട്. സോ അത് ഹീറ്റ് ആവും, നല്ല ആവിയുള്ള ഓക്സിജൻ ഞങ്ങൾക്ക് കിട്ടും. സോ പിന്നെ ഈ ട്യൂബിൽ അത് വരും. പിന്നെ ഞങ്ങൾ പേഷ്യൻറ്റിക്ക് ഈ ക്യാനുല ഉണ്ട്. സോ അത് നോർമൽ ക്യാനുല അല്ല, സോ സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഞങ്ങൾ ഇത് മൂക്ക് ഡാമേജ് എല്ലാം ആവില്ല. സോ ഈ ക്യാനുല മുമ്പ് പേഷ്യൻറ്റിക്ക് കിട്ടും. സോ ഇത് കണ്ടീഷൻസ് ലൈക്ക് ന്യൂമോണിയ ബ്രോങ്ക്യുലൈറ്റിസിലെ നല്ലതായിട്ട് ഉപയോഗമുണ്ട്. സോ ഇത് വെന്റിലേറ്റർ വെക്കാൻ സാധ്യതകൾ കുറവായിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ഇനീഷ്യലി ഇഫ് യു ഗീവ് ദിസ്, സോ വി ക്യാൻ പ്രിവെൻറ്റ് the patient to go to ventilator because ventilator is very invasive ഞങ്ങൾ ട്യൂബ് വായുള്ള വെക്കിയിട്ട് ഈ ത്രോട്ടിൽ ആക്കിയിട്ട് പിന്നെ അത് ലങ്സ് പോകും. സോ അത് നല്ല വേദന ഉണ്ടായിട്ട് ഒരു പ്രൊസീജിയറാണ്. സോ ഈ മെഷീനിൽ അത് നല്ല പ്രിവെന്റ് ആവും. പിന്നെ വെന്റിലേറ്ററിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ഫേസ് എങ്ങനെയാണ് വരുന്നത്? സോ ഈ ന്യൂമോണിയ ഉള്ള കുട്ടി, സോ അത് ശ്വാസകോശ ഡാമേജ് ആയിട്ടുണ്ട്, ശ്വാസകോശത്തിൽ ഫുൾ പസ് ഉണ്ട്. സോ അത് കുട്ടി ട്രൈ ആക്കും, നല്ല ഓക്സിജൻ മെയിൻറ്റെയിന് മുമ്പ് ട്രൈ ആക്കും. ബട്ട് ചില സമയം എക്സോസ്റ്റ് ആവും. ഇപ്പോൾ ഞങ്ങൾ 4-5 സ്റ്റെയർസ്, if we climb 4-5 stairs, after some time we become exhausted. Then we take rest. But this patient cannot take rest because continuously we have to breathe. So exhaust ചെയ്യാൻ കുട്ടികൾ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെഡേറ്റ് ആക്കിയിട്ട് ഈ വെന്റിലേറ്റർ കുട്ടിയുടെ ശ്വാസകോശ എന്താ കാര്യം ചെയ്യും, ആ വെന്റിലേറ്റർ ആ കാര്യം ചെയ്യും. സോ ഇത് ഓക്സിജൻ ഞങ്ങൾ ഇവിടെ കണക്ട് ആക്കി പിന്നെ ഈ ട്യൂബ് പേഷ്യൻറ്റിൻ്റെ ശ്വാസകോശ പോവും. സോ ത്രൂ ദ ET ട്യൂബ്. സോ ഇവിടെ സെയിം ഹീറ്റർ കോയിലുണ്ട്, സെയിം ഇവിടെ എങ്ങനെയുണ്ട്, യെസ് ഇവിടെ സെയിം ഉണ്ട്. സോ ഞങ്ങൾ എയർ ഉണ്ടല്ലോ, സോ അത് ഹീറ്റായിട്ട് കൂടുതലായിട്ട് പ്രഷർ ഉണ്ട്. സോ പ്രഷറൈസ്ഡ് എയർ അത് കുട്ടികൾക്ക് ശ്വാസകോശ പോവും. സോ ആ കുട്ടിക്ക് കുറച്ച് എക്സോഷൻ മാറും. സോ അത്ര വർക്ക് ചെയ്യാൻ ആവശ്യതയില്ല. സോ കുട്ടികൾ ശ്വാസകോശ വർക്ക് ഈ വെന്റിലേറ്റർ ചെയ്യും. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദ സപ്പോർട്ട് വിത്ത് വിച്ച് ദിസ് വെന്റിലേറ്റർ ഗിവ്സ്. നാച്ചുറലി നമ്മൾ ഈ വെന്റിലേറ്ററിലേക്ക് സാധാരണ വെന്റിലേറ്ററിലേക്ക് പോകുന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, ബൈ ബർത്ത് വരുന്ന ഡിഫിക്കൽട്ടീസോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അതല്ല പേഷ്യൻ്റായിട്ട് വരുന്ന കേസസ് അങ്ങനെ ന്യൂമോണിയ ഉള്ള പേഷ്യൻറ്റിനാണ് ഏതിനാണ് കൂടുതൽ ഈ വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള പ്രയോറിറ്റി കൊടുക്കുന്നത്? ന്യൂമോണിയ ഉള്ള പേഷ്യൻറ്റുക്ക് എല്ലാ പേഷ്യൻറ്റും വെന്റിലേറ്റർ വേണ്ട. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സോ ചില പേഷ്യൻറ്റിൽ നല്ല ബൈലാറ്ററൽ 2 ലങ്സ് ഉണ്ടല്ലോ, സോ ബൈലാറ്ററൽ ശ്വാസകോശയിലെ ന്യൂമോണിയ ഉണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ കുറവാകും. ബിക്കോസ് ഈ ഞങ്ങൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ മതിയാവില്ല. സോ എക്സ്ട്രാ ഓക്സിജൻ
പിന്നെ എക്സ്ട്രാ പ്രഷർ വേണം. സോ ഇല്ലെങ്കിൽ അത് റെസ്പിറേറ്ററി ഫെയിലിയർ പോവും, പിന്നെ അത് ഹാർട്ട് സ്റ്റോപ്പ് ആവും, കാർഡിയാക് അറസ്റ്റ് സിറ്റുവേഷൻ വരും. സോ അതിക്ക് മുമ്പ് ഞങ്ങൾ ഈ വെന്റിലേറ്റർ വെക്കാൻ ആവശ്യകതയുണ്ട്. So before the patient becomes very critical, we have to put on ventilator. സാധാരണ PICUവിൽ സാധാരണ അതർ മോഡേൺ ഫെസിലിറ്റീസ് എന്തൊക്കെയാണുള്ളത്? വേറെ ഇതിന് അഡീഷണൽ ആയിട്ട് ഇപ്പം മാഡം എക്സ്പ്ലെയിൻ ചെയ്ത ഈ വെന്റിലേറ്ററിൽ അതർ ഫെസിലിറ്റീസിൻ്റെ കൂടെ വേറെ ഫോർ എക്സാമ്പിൾ എക്മോ മെഷീൻ ഇങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അറൈസ് ചെയ്യുന്നത്? യെസ്, സോ കുട്ടികൾക്ക് യൂഷ്വലി ദാറ്റ് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് അധികം ഉണ്ട്. സോ എന്താ ന്യൂമോണിയ ലങ് ഡാമേജ് ആയി ഇല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആയി, ദ റിക്കവറി ചാൻസസ് ആർ ഹയർ. സോ ഈ ടൈപ്പ് ഓഫ് കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മയോകാർഡൈറ്റിസ് നിങ്ങൾ വൈറസ് ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഹാർട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ആവും. സോ ഈ കുട്ടികൾ ചില സമയം ഹാർട്ട് വീക്ക്. സോ ആ ഹാർട്ടിക്ക് ഒരു എന്താ വേണം, സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ റെസ്റ്റ് വേണം. സോ ഹാർട്ടിക്ക് ലങ്സ്ക്ക് റെസ്റ്റ്. സോ ദാറ്റ് ടൈം വി കൺസിഡർ എക്മോ. സോ എക്മോ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. ഞങ്ങൾ ഇവിടെ നെക്കിലെ ക്യാനുല വെക്കിട്ട് കുട്ടിക്ക് ചോറില്ല ബ്ലഡ് വി ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ആൻഡ് ദെൻ വി ഓക്സിജനേറ്റ് ദാറ്റ് ബ്ലഡ് and put it back from the other side. So what work heart and lungs does, the ECMO machine will do. So that is ECMO. So we choose ECMO in a patient where we feel that patient will recover. So lungs adhikayittu damage undu, but over the days or weeks this lung is going to come back to normal. Or the heart is weak, heart is failing, but over next few weeks heart is going to recover. Such patients we will consider ECMO. സാധാരണ ഏതൊരു ICUയിലേക്കും നമ്മൾ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ബൈസ്റ്റാൻഡേഴ്സൊക്കെ എൻ്റർ ചെയ്യാനുള്ള ചില വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. സെയിം അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലാതെ ഇതാണോ PICUയിലും? Yes, we maintain something called strict aseptic precautions. So as we saw, as soon as we enter hand wash എല്ലാം ചെയ്തിട്ട് ഞങ്ങളെ ക്യാപ് മാസ്ക് എല്ലാം വേറെ യൂണിഫോം ഉണ്ട്, സ്ക്രബ്സ് ഉണ്ട്. പിന്നെ ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒരു ബൈസ്റ്റാൻഡർ, ഫോർ എക്സാമ്പിൾ അമ്മയും അച്ഛനും. So anybody one will be allowed. വേറെ വിസിറ്റേഴ്സ്ക്ക് അലൗഡ് ഇല്ല. കുട്ടി പിന്നെ ഇംപ്രൂവ് ആയ മുമ്പ് ഞങ്ങൾ വാർഡിക്ക് ഷിഫ്റ്റ് ആയപ്പോൾ നോക്കാനാവും. സോ പിന്നെ ഞങ്ങൾ ഔട്ട്സൈഡ് കൗൺസിലിംഗ് റൂം ഉണ്ട്, കൗൺസിലിംഗ് റൂം. സോ അവിടെ ഞങ്ങൾ എല്ലാ റിലേറ്റീവ്സ് എവറി ഡേ വി കൗൺസിൽ ദ റിലേറ്റീവ്സ് ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ about all the conditions of the patient. So കുട്ടീനെ നോക്കാൻ ആവശ്യകത വരില്ല. സോ എല്ലാ കുട്ടിക്കും എല്ലാ കണ്ടീഷൻസ് അപ്ഡേറ്റ് ഞങ്ങൾ എവറി ഡേ ചെയ്യും. യെസ്, പെർ ഡേ ഞങ്ങൾ യൂഷ്വലി ഒരു പ്രാവശ്യം കൗൺസിൽ ആക്കും. മോർണിംഗ് ആഫ്റ്റർ ദ റൗണ്ട്സ് അറൗണ്ട് 11 o'clock എല്ലാ പേരൻസ് പിന്നെ ഗ്രാൻഡ് പേരൻസ് റിലേറ്റീവ്സ് എല്ലാം കൂടെ സംസാരിക്കും. അധികം സീരിയസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിൽ 2 പ്രാവശ്യം, ഇല്ലെങ്കിൽ എന്താ സഡൻ ആയിട്ട് ഡിറ്റീരിയേറ്റ് ആയി ആ പേഷ്യൻ്റ് ഈവൻ രാത്രി വി കൗൺസിൽ. സോ അങ്ങനെ 24 hours ഞങ്ങൾ അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ. ഡോക്ടർ, നമ്മൾ PICUയിൽ പറഞ്ഞ എല്ലാ അപ്ഡേറ്റഡ് ഫെസിലിറ്റീസും ആ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് അതായത് ICUയിലുള്ള പേഷ്യൻറ്റിന് അതിൻ്റെ എക്സ്പെൻസ്, ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ചിലപ്പോൾ ഹൈ ആവും എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? സോ റീസൺ നിങ്ങൾ റെഗുലറായിട്ട് ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൂസ് മോഷൻ ആയിട്ട് വന്നുകൊണ്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് വന്നുകൊണ്ട് കുട്ടി, ഓക്കെ, ആ കുട്ടിക്ക് നിങ്ങൾക്ക് എക്സ്പെൻസ് ആവില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ജസ്റ്റ് ബെഡ് ചാർജസ് വരും, പിന്നെ കുറച്ച് ഫ്ലൂയിഡ്സ് എല്ലാം ഞങ്ങൾ കൊടുക്കും. So bed charges is not expensive, but the moment the child goes much more sicker, for pneumonia ഉണ്ട്. So ഞങ്ങൾ ഈ machine for example, so ഈ machine cost നിങ്ങൾക്ക് 3 lakhs ഉണ്ട്. പിന്നെ ഈ ട്യൂബ് ഞങ്ങൾ എവറി കുട്ടിക്ക് ന്യൂ ട്യൂബ്. സോ ഈ ട്യൂബ് കോസ്റ്റ് ഞങ്ങൾ കമ്പനി കോസ്റ്റ് ഓൺലി ഇറ്റ് ഈസ് അറൌണ്ട് 8,000 rupees. സോ പിന്നെ ഈ ക്യാനുല കോസ്റ്റ് ഇസ് ഓൾസോ അറൌണ്ട് 3,000 to 4,000. സോ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ കുട്ടിക്ക് ഈ മെഷീൻ വേണമെങ്കിൽ നിങ്ങൾ പെർ ഡേ 20,000 ആവും. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ സപ്ലൈ വേണം. സോ ദാറ്റ് ഇസ് വൈ ദ കോസ്റ്റ് ഗോസ് അപ്പ്. പിന്നെ നെക്സ്റ്റ് വെന്റിലേറ്റർ. സോ സെയിം തിങ്, ഈ ട്യൂബിങ് നിങ്ങൾക്ക് കോസ്റ്റ്ലി ആവും. പിന്നെ കണ്ടിന്യൂസ് ഓക്സിജൻ സപ്ലൈ വേണം, ഇലക്ട്രിസിറ്റി സപ്ലൈ വേണം. സോ അതൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് കൂടുതലാവും. പിന്നെ ആ ഡ്രഗ്സ് എല്ലാം ഇൻഫ്യൂഷൻ പമ്പിൽ എത്ര ഡ്രഗ്സ് ഉണ്ട് അത്ര
നിങ്ങൾ കോസ്റ്റ് അധികമാവും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ മൈൽഡ് ന്യൂമോണിയക്കെല്ലാം ഞങ്ങൾ ചീപ്പായിട്ട് ആൻറ്റിബയോട്ടിക്സ് ആക്കും. ബട്ട് സിവിയർ കേസ് ഉണ്ട്, ദാറ്റ് ബാക്ടീരിയ ഓർ വൈറസ് ഇസ് very virulent one. So we have to use higher antibiotics, stronger antibiotics, 1, 2 antibiotics, 3 antibiotics, antifungals. So ആ ലെവൽ പോകുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കൂടുതലാവും. ബിക്കോസ് ഈ ചില ആൻറ്റിബയോട്ടിക്സ് പെർ വയൽ 3000-4000 ആണ്. സോ ഒരു ഡോസിക്ക് 4000 പോവും. സോ എല്ലാം നിങ്ങൾ ആഡ് ആയിട്ട് പിന്നെ കൂടുതലായിട്ട് ബില്ല് വരും. ഇത് ഞങ്ങളെ ക്രാഷ് കാർട്ടാണ്. ക്രാഷ്, വാട്ട് ഈസ് ക്രാഷ്? ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഓക്കെ ഉണ്ട്, സീരിയസ് പേഷ്യൻ്റ്, ബട്ട് സഡൻ ആയിട്ട് അറസ്റ്റ് ആയി, സഡൻ ആയി ഹാർട്ട് ബീറ്റ് കുറവായി, ഇല്ലെങ്കിൽ BP ലോ ആയി, ഇല്ലെങ്കിൽ ചില കണ്ടീഷൻസ് അരിത്മിയ, സോ റിതം, ഹാർട്ടിൻ്റെ റിതം ചേഞ്ച് ആയി, ഇല്ല ഹാർട്ട് സ്റ്റോപ്പ് ആയി. സോ ആ ടൈമിൽ ഞങ്ങൾ ഈ ക്രാഷ് കാർട്ട് യൂസ് ആക്കും. സോ ಇಲ್ಲಿ ಎಲ್ಲ ലൈഫ് സേവിങ് ഐറ്റംസ് എല്ലാം ഒരുവേ കാർട്ടിൽ അവൈലബിൾ ഉണ്ട്. സോ ഇതെല്ലാം ലേബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ಯಾವ ಡ್ರಾಯರ್ಲೆ എന്താ എക്വിപ്മെൻ്റ് ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് അറിയും. സോ ഫസ്റ്റ് ഈ ET ട്യൂബ് എല്ലാം ഉണ്ട്. സോ ET ട്യൂബ് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെന്റിലേറ്റ് ചെയ്യൂ. സോ ദിസ് ഇസ് ദ ട്യൂബ് വി പുട്ട് ഇൻ ദ ത്രോട്ട് ഫോർ വെന്റിലേറ്റിംഗ് ദ ചൈൽഡ്. സോ എല്ലാ കുട്ടികൾ സൈസ് ഡിഫറെൻറ്റ് സൈസ് ഉണ്ട്. ചെറിയ കുട്ടികൾ ചെറിയ ട്യൂബ് ഉണ്ട്, പിന്നെ വലുതായിട്ട് കുട്ടികൾ വരും. പിന്നെ ഇത് ഞങ്ങൾ ലാരിംഗോസ്കോപ്പ്. സോ ലാരിംഗോസ്കോപ്പ് ഇസ് നത്തിങ് ബട്ട് ദ equipments we use for intubating a patient. So ഇങ്ങനെ ഇത് ഈ ബ്ലേഡിലെ ഞങ്ങൾ അത് നോക്കിയിട്ട് ത്രോട്ട് നോക്കിയിട്ട് പിന്നെ ഉള്ള ട്യൂബ് വെക്കും. ഓക്കെ. പിന്നെ വേറെ ലൈഫ് സേവിങ് ഡ്രഗ്സ്, ഇത് എല്ലാ സൊല്യൂഷൻസ്. സോ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, നോർമൽ സലൈൻ, സോ അതെല്ലാം എന്താ വേണ്ട അതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ലൈഫ് സേവിങ് ഡ്രഗ്സ് എല്ലാം. സോ ഇവിടെ എല്ലാം ഞങ്ങൾ ഓർഗനൈസ് ആക്കിയിട്ട് വെക്കിയിട്ടുണ്ട്. എനി ടൈം വി നീഡ് അത്. പിന്നെ ഇത് ഡീഫിബ്രിലേറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അരിത്മിയ ഞങ്ങൾ ഹാർട്ട് ഞങ്ങൾ ഒരു റിതം, സോ ദാറ്റ് റിതമിലെ നോർമലായിട്ട് ഞങ്ങൾ പമ്പ് ആവും. ബട്ട് റിതം ചേഞ്ച് ആയ പിന്നെ അത് പമ്പിങ് കപ്പാസിറ്റി കുറവാണ്. സോ ആ ടൈമിൽ ഞങ്ങൾ ഇത് ഷോക്ക് കൊടുക്കും. സോ ഇവിടെ ചാർജ് ആക്കിയിട്ട് ഇത് പേഷ്യൻറ്റിലെ ചെസ്റ്റിലെ വെക്കിയിട്ട് പിന്നെ ഇത് ഡെലിവർ ആക്കും. സോ അത് ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്, ആ ഇൻഡിക്കേഷൻസ് ആ കണ്ടീഷൻ വന്നെങ്കിൽ ഇത് ഞങ്ങൾ യൂസ് ആക്കും. ഇതെല്ലാം ലൈഫ് സേവിങ് എക്വിപ്മെൻറ്റ്സ് ആണ്. ഓക്കെ. കാസർഗോഡ് മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പീഡിയാട്രിക് ICU കുറിച്ചാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ സാധാരണ ഒരു ICUവിലെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിലെ അത്യാധുനിക മെഷീൻസ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഒരു പേഷ്യൻ്റായിട്ടോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറായിട്ടൊക്കെ പോയി കഴിഞ്ഞാലാണ് വളരെ കൃത്യമായിട്ട് എന്താണ് PICU, എന്താണ് അവിടുത്തെ ഫങ്ഷൻ, ഏത് തരം പേഷ്യൻസിനാണ് അവിടെ എൻ്റർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്ന് മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്വാതിക റാവു ആണ്. മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക്സ്.